ശിവരാമൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കുന്നു. താങ്കൾ ഇന്നലെ പറഞ്ഞതാണ് അത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഏറ്റവും പ്രയോറിറ്റി ആദ്യത്തെ ഒന്നോ രണ്ടോ ഇതിൽ ആയിരുന്നില്ല അത് ഉൾപ്പെട്ടത്. പക്ഷേ പിന്നീട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. സ്കൂളുകൾ തുറക്കുന്നത് മാത്രമല്ല, വയനാട്ടിൽ എന്തുകൊണ്ട് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമൊക്കെ താങ്കൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ റീബിൽഡ് വയനാടിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ടൗൺഷിപ്പ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇടപെടൽ, ഞാൻ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന അർത്ഥത്തിലല്ല, സർക്കാരിന്റെ തന്നെ ഒരു നല്ല ഇടപെടൽ ഈ മേഖലയിൽ ആവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതോടൊപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണ്. ഈ പ്രകൃതി ദുരന്തങ്ങൾ വയനാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്, അതുകൊണ്ട് വയനാട്ടുകാരുടെ ഒരു പ്രശ്നമാണ് എന്ന രീതിയിലാണ് പലപ്പോഴും സമീപിക്കുന്നത്. അത് മാറണം. ഞാൻ UN ഒരു കണക്ക് സൂചിപ്പിക്കാം. UN 2004-2005 കാലത്ത് ഇറക്കിയ ഒരു കണക്ക് പ്രകാരം അന്ന് കാറ്റഗറി 5 കൊടുങ്കാറ്റുകൾ അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ആകെ അഞ്ഞടി സമയമാണ്. കത്രീന നമുക്ക് ഓർമ്മയുണ്ടാവും. ആ സമയത്ത് UN നടത്തിയ ഒരു പഠനത്തിൽ അവർ ക്യൂബയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു ശരാശരി ക്യൂബക്കാരൻ മരിക്കാനുള്ള ഒരു കൊടുങ്കാറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിൽ മരിക്കാനുള്ള സാധ്യത ഒരു ശരാശരി അമേരിക്കക്കാരൻ മരിക്കുന്നതിനേക്കാൾ 15-1 എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരന് ക്യൂബക്കാരനേക്കാൾ ഒരേ ദുരന്തത്തിൽ മരിക്കാനുള്ള സാധ്യത 15 ഇരട്ടിയാണ്. അപ്പൊ ഇതെങ്ങനെയാ സ്വാഭാവികമായി സംഭവിച്ചത്? ഇതൊരു വലിയ ക്യാപിറ്റൽ ഗെയിന്റെയോ ഒരു മുതലാളിത്ത വികസന മാതൃകയോ അടച്ചുറപ്പുള്ള കെട്ടിടങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ക്യൂബ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് അവരുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമാണ്. നമ്മളും ഏതാണ്ട് സമാനമായി വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. നമ്മളുടെ നിർഭാഗ്യവശാൽ നമ്മുടെ കരിക്കുലത്തിലോ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലോ എവിടെയും ഒരു തരത്തിലും ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള യാതൊരു പഠനങ്ങളും നിലവിലില്ല എന്നത് വസ്തുതയാണ്. എങ്ങനെയാണ് ഒരു ടൈഫൂൺ വന്നാൽ, ഒരു സുനാമി വന്നാൽ, നമ്മൾ വലിയ അമ്പരപ്പോട് കൂടി നിന്നുപോയ സംരംഭങ്ങളാണല്ലോ. അതുപോലെ ഇത്തരത്തിലുള്ള പ്രളയങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായതുപോലുള്ള ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായാൽ, ഇന്നുച്ചയ്ക്ക് ഉണ്ടായതുപോലുള്ള ഭൂകമ്പത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ ഉണ്ടായാൽ, അത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സമൂഹം ഇടപെടേണ്ടത്? പ്രത്യേകിച്ച് അതിനകത്ത് സന്നദ്ധ സേവകരായി വരേണ്ട വിദ്യാർത്ഥികൾ ഇടപെടേണ്ടത്. ഒരു ദുരന്തത്തിന് ശേഷം അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറയുന്ന ആദ്യഘട്ട റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ, പ്രാക്ടിക്കൽ സെഷനുകൾ ഉൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസം, അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട്. അത് കഴിഞ്ഞിട്ട് ജീവൻ ഉണ്ടായതിനു ശേഷമാണല്ലോ നമ്മുടെ മറ്റ് ജോലിയും ജ്ഞാനോത്പാദനവും ഒക്കെ നടക്കേണ്ടത്. അതുകൊണ്ട് അതുകൂടി നമ്മുടെ കരിക്കുലത്തിലേക്ക്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടത്, പ്രത്യേകിച്ച് നമ്മളൊരു കാലാവസ്ഥയുടെ റെഫ്യൂജികളായി മാറാൻ പോകുന്ന ഒരു സമൂഹമാണ്. ഒരു സംശയം വേണ്ട, മൂന്നലോക രാജ്യങ്ങളൊക്കെ വരും കാലങ്ങളിൽ അതിന്റെ കെടുതികൾ വലിയ രീതിയിൽ അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കേരളം എമ്പാടും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങൾ, പഠനങ്ങൾ, ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വയനാടുമായി സ്പെസിഫിക് ആയിട്ട് വരാം. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വയനാട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു ഇടമാണ്. ഇപ്പൊ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഒരു കോളേജ്, ഗവൺമെന്റ് കോളേജ് ആരംഭിക്കുമെന്ന് 6 വർഷം മുമ്പ് പറഞ്ഞിട്ട് ഇതുവരെ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഭൂമിയുടെ പ്രശ്നമാണ്. ഇതുവരെ ആ കോളേജ് ആരംഭിച്ചിട്ടില്ല. ആകെ 5 കോളേജുകളാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് വയനാട് ജില്ലയിൽ ആകെ ഉള്ളത്. അത് മാത്രമല്ല, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണപരമായ പങ്ക് വഹിക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ച വയനാടിന്റെ സ്പെസിഫിക് ആയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വാല്യൂ അഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പഠനങ്ങളാണ്. അതിനെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന കോഴ്സുകളും അതിനാവശ്യമായ വിദ്യാഭ്യാസ പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസവുമായി ചേർന്ന് നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ നമ്മുടെ പ്രാക്ടിക്കലായി അതിന്റെ സെഷനുകളായിട്ട് നമുക്ക് നമ്മുടെ വയനാട്ടിലെ കാർഷിക മേഖലയെ, പ്ലാന്റേഷൻ മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. അതിനുള്ള സംവിധാനങ്ങൾ വയനാട്ടിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ ദുരന്ത ബാധിത മേഖലകൾ, അതുപോലെ തോട്ടങ്ങളിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വയനാട് വിട്ടുപോയി പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വയനാട്ടിൽ മുരടിച്ചു പോയ, ഉന്നത വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ആദിവാസികൾ, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഉണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ അവരും